പോക്സോ കേസിൽ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്ത HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. HRDSലെ ജീവനക്കാരൻ നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെയാണ് അജി കൃഷ്ണനെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. പോക്സോയും ഭാരതീയ ന്യായ സംഹിത 73-ാം വകുപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ലൈംഗികാതിക്രമത്തിന് ഇരയായ പെൺകുട്ടി സാകേത് കോടതിയിൽ ജഡ്ജിക്ക് മുൻപാകെ രഹസ്യമൊഴി നൽകി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. 2024-ലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വീട്ടിൽ വെച്ച് 11-കാരിയായ മകളെ ലൈംഗികാതിക്രമത്തിന് അജി കൃഷ്ണൻ ഇരയാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. ഏപ്രിൽ 7-ാം തീയതി സ്കൂളിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിലാണ് കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ശിശു സംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരാതി നൽകിയത്. എന്നാൽ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് HRDS ആരോപിക്കുന്നു. അത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ന്യൂസ് തന്നെയാണ്. അത് അങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് തിങ് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഒരു എംപ്ലോയി അവരുടെ ഒരു ഈഗോ ബാറ്റിലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ പ്രതിച്ഛായയെ തകർക്കാനുള്ള ശ്രമമാണെന്നും പരാതിക്കാരനെതിരെ സ്ഥാപനത്തിൽ നിരന്തരം പരാതികൾ വന്നിട്ടുണ്ടെന്നും സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. പരാതിക്കാരൻ സ്ഥാപനത്തിൽ പല ക്രമക്കേടുകളും നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ക്രമവിരുദ്ധ നടപടികൾക്കെതിരെ HRDS പരാതി നൽകുമെന്നും അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.